സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ ലെവൽ എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചാണ്. 10 രീതികളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ഫീൽ ഗുഡ് ഫാക്ടർ തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ. നമ്മുടെ ഇമോഷണൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാം സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉണ്ടാകുന്നതാണ്. അതുപോലെ നമ്മുടെ സ്ലീപ്പ്, അപ്പറ്റൈറ്റ്, ഡൈജഷൻ, സെക്ഷൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഇമോഷണൽ വെൽബീങ്, ഇതെല്ലാം സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രെയിനിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിലുമാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഡയറ്റാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ട്രിപ്റ്റോഫാൻ ഉള്ള ആഹാരം കൂടുതൽ കഴിക്കുക. ട്രിപ്റ്റോഫാൻ കൂടുതലുള്ളത് ചിക്കൻ, എഗ് മുട്ടകളിൽ, വെജിറ്റബിൾസിൽ, സീഡുകളിൽ, ചിയ സീഡ്സ്, അങ്ങനെ പല സീഡുകൾ കിട്ടും. ആ സീഡുകളിൽ, വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിൽ ഇതെല്ലാം ട്രിപ്റ്റോഫൈൻ കൂടുതൽ കാണുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ കാര്യം, സൂര്യപ്രകാശം, രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുക. ഏതാണ്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുന്നത് സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 3, എക്സസൈസ്. ഏതെങ്കിലും തരത്തിൽ എക്സസൈസ്, വാക്കിങ്ങോ ജോഗിങ്ങോ യോഗയോ സ്വിമ്മിങ്, ഏതെങ്കിലും തരത്തിൽ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് സെറോട്ടോണിൻ ലെവൽ കൂട്ടാൻ സഹായിക്കും. അടുത്തത്, സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. പല രീതിയിലും സ്ട്രെസ്സ് മാനേജ് ചെയ്യാം. മെഡിറ്റേഷൻ, യോഗ, ബ്രീതിങ് എക്സസൈസ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ സഹായിക്കും. എല്ലാ ദിവസവും 7 തൊട്ട് 8 മണിക്കൂർ ഉറക്കം കിട്ടും എന്ന് ഉറപ്പാക്കുക. നല്ലൊരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ വീട്ടുകാരുമായിട്ടും ഫാമിലിയുമായിട്ടും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും എല്ലാം നല്ലൊരു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തും എല്ലാം ഒരു നല്ലൊരു കോഡിൽ റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 72 വർഷത്തെ സ്റ്റഡി ഉണ്ടായിരുന്നു, ലോഞ്ചിവിറ്റിയുടെ പ്രൈമറി ഫാക്ടർ എന്താണെന്ന്. അപ്പോൾ ആ പഠനം പറയുന്നത് നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കുണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വലിയ വലിയ കാര്യമാവണമെന്നില്ല. ഡെയിലി എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ആഹാരം കഴിച്ചതായിരിക്കാം, ഫ്രണ്ട്സുമായിട്ട് നല്ല ഡിസ്കഷൻ ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആ കാര്യങ്ങളെല്ലാം ജസ്റ്റ് എഴുതി വയ്ക്കുകയോ അത് ഫീൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ യു ഫീൽ മോർ ഹാപ്പി. ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ ലെവൽ കൂടുതൽ ബോഡിയിൽ വരാൻ അത് സഹായകരമാകും. അതുപോലെ ലിമിറ്റ് ആൽക്കഹോൾ ആൻഡ് കഫെയിൻ. നമുക്കറിയാം, കൂടുതൽ ആൽക്കഹോളും കഫെയിനും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും. അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യുക, കഫെയിനെ, ആൽക്കഹോളിനെ. നല്ലൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. കൂടുതൽ ഷുഗർ ഫുഡോ പ്രോസസ്ഡ് ഫുഡോ ഇതെല്ലാം സെറോട്ടോണിന് ഹാനികരമാണ്. കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ലോ മൂഡാണ്, ഡിപ്രഷനാണ് എങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഗൈഡൻസ് എപ്പോഴും തേടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ രീതിയിലോട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ ചർച്ച നിങ്ങൾക്ക് നല്ലതായി തോന്നിയാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.